4-5 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല രാജുവേട്ടാ. സ്ക്രിപ്റ്റിൽ തന്നെ ആയിരുന്നു. സ്ക്രിപ്റ്റ് ഒന്നും വേണ്ടോ, താൻ പറഞ്ഞാൽ മതി. ഒരു സാധാരണ പെൺകുട്ടി ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ബോൾഡായി മാറുന്നതാണ് ഇതിൻ്റെ വാണലൈൻ. എത്രയായി? 60 റുപ്യ. ശരിയല്ലേ? ശരി. ഇതെവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? കഷ്ടം. ഇതെന്തായി കിടക്കണൊക്കെ? ഞാൻ ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ വൃത്തിയാക്കി വെച്ച വീടത്. എടോ 4-5 മാസം ഒരു കൊച്ചിനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിർത്തി അവള് വിദേശത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞത് ലോജിക്കലി നിൽക്കും അത്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടങ്ങൾ അത്രയ്ക്കും ഉണ്ടേ. ഓ, ഫീമെയിൽ ഓറിയന്റഡ് സാധനം ആയതുകൊണ്ട് 100% സക്സസ് ഉറപ്പാ. ഓക്കെ. ഷിനിൽ പറഞ്ഞത് കറക്റ്റാണ്. ആദ്യം നമുക്ക് OTT നോക്കാം, പിന്നീടാവും തിയേറ്റർ റിലീസ്. അതെ. ഞാൻ ലീവാണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞാണല്ലോ. ഹോം ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടറിൽ കയറിയിട്ടുണ്ടാവും. ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ പറയും. ഓക്കെ ശരി. സന്ദീപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ കടങ്ങളും തീർത്തിട്ടാണ് കനി നാട്ടിലേക്ക് ഫൈറ്റ് കയറുന്നത്. ഓക്കെ. അപ്പോഴാണ് സന്ദീപിന്റെ മറ്റൊരു ഫേസ് റിവീൽ ആവുന്നത്. അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ആവും? അതിനുള്ള ചാൻസ് ഒന്നുമില്ല. ഓരോ സ്ക്രിപ്റ്റും ഓരോ സിനിമയും കൂട്ടിയും വലിയും തന്നെ പരിപാടി. ഇയാൾ എങ്ങനെ ജീവിക്കാൻ കൊണ്ടിരിക്കണാവോ? അശ്ശോ. ഇതെന്താപ്പത്? അടുക്കള അതോ ഗോഡൗണോ? ഇതിൻ്റെ ഉള്ളൊക്കെ വല്ല ജന്തുക്കൾ വന്നു കൂടി അറിയോ? ഇയാളിത് എന്ത് ഭാവിച്ചിട്ടാ?
മത്തി 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 അയില അയില. എന്താ മീൻ വില? മീന് മത്തി കിലോ 100 രൂപ. നല്ല കുറച്ചെടുത്തോളൂ. നിങ്ങൾക്ക് എത്ര വേണ്ട? 1/2 കിലോ 50 മതി. 50 മതിയല്ലേ? എവിടെയാണ് മീൻ വാങ്ങാനൊന്നും വരുന്നില്ല. ഞാൻ വർക്കായിട്ട് പുറത്തായിരുന്നു. അതെ, വന്നതാ രാവിലെ. ആ നല്ല നോക്കിടണേ. ആ നല്ല തന്നെയാണ് കേട്ടാ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതാക്ക. ശരി കേട്ടോ. നിക്ക് ബാക്കിയുണ്ട്. ആ ആ കാസ്റ്റിംഗ് അബു അല്ലേ, നിങ്ങൾ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യും. ആ ആ ചായ കുടിക്കണില്ലേ? ഈ സ്ക്രിപ്റ്റ് നടക്കുവോ ഷില്ലേട്ടാ? എന്തെന്റെ പ്രിയേ, ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ, കൊറേ കാലായില്ലേ. ഷിൻലൊന്നും കാര്യാക്കണ്ട കേട്ടോ. ആർക്കറിയാം, മീനൊക്കെ കൂട്ടി ചോറിട്ട് കാലത്രയണാവോ. ആരുണ്ടാക്കി കൊടുക്കാനാ? ഇരിക്കണ വീട് അങ്ങനെ അങ്ങോട്ട് ചെതലെന്ന് പോയാലും അറിയാത്ത ഓരോ ജാതി മനുഷ്യന്മാര്. ഇയാളൊക്കെ എന്തിനാണാവോ ജീവിക്കണത്? മാഗിയും മുട്ടയും പൊറോട്ടയും കഴിച്ചിട്ട് എങ്ങനെയാണ് ഇയാള്? നീയേ ഒന്ന് ഒഴിഞ്ഞു തന്നാ മതി, എനിക്കൊന്ന് സ്വസ്ഥാവണം. സിനിമയും സ്ക്രിപ്റ്റൊന്നും പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഇപ്പം എവിടെ സിനിമ? 5-6 മാസമായില്ലേ, സിനിമയില്ല സ്ക്രിപ്റ്റും ഇല്ല. ഇതിലിപ്പോൾ ടോട്ടൽ എത്ര സീനാ? 82 സീന്, 6 ലൊക്കേഷൻ, 20 ആർട്ടിസ്റ്റ്. ആ ഒരു 5 CR കണക്കാക്കേണ്ടി വരും. അതിൽ നിൽക്കലോ അല്ലേ? ആ ഞാൻ കാരണമാണ് ഒക്കെ ശരിയാവാത്തത്. ഒരു വീട് മര്യാദയ്ക്ക് നോക്കാൻ വയ്യാത്ത ആളാ സിനിമ എടുക്കാൻ പോണത്. അവനവൻ്റെ മുറി കിടക്കണ ഒരു കിടപ്പാത്. കുറെ പുസ്തകവും കുറെ തുണിയും. എല്ലാം കൂടി കുത്തി തിരക്കി വെച്ചിരിക്കുക മാറാപ്പോള്. എനിക്ക് തോന്നുന്നില്ല 6 മാസമായിട്ട് ഇവിടെ അലക്കും തിരുമ്പലൊന്നും ഉണ്ടെന്ന്. കഷ്ടം. പറഞ്ഞിട്ടെന്താ, എന്തെങ്കിലും ചെയ്ത് ശീലം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. രാജീവേട്ടൻ പറയുന്ന പോലെ ഒന്നും സ്ക്രിപ്റ്റില്. ഈടോ ഇന്റർവെല്ലിന് ശേഷമല്ലേ അവൾ നാട്ടിലേക്ക് വരുന്നത്. ആ ടൈമിലാണല്ലോ അവന് മറ്റൊരു എഫ്ഐആർ ഉണ്ടാകുന്നത്. താനൊന്നുകൂടി ആലോചിച്ച് നോക്ക്. പൊളിക്കാൻ പറയുമ്പോൾ എല്ലാ റൈറ്റേഴ്സിനുമുള്ള പ്രശ്നം അത്. എൻ്റെ പിന്നാലെ നടക്കുന്ന കാലത്ത് ഞാൻ പറയണതൊക്കെ വായും പൊളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. പിന്നെ എപ്പോഴാണാവോ ഞാൻ പറയണതൊക്കെ മണ്ടത്തരായത്. ഇന്റർവെല് വരെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ 4-5 പ്രാവശ്യം പൊളിച്ചെഴുതിയിരിക്കുന്നു രാജീവേട്ടൻ. ഒന്നുകൂടി നോക്കാലോ. ഇതിപ്പോൾ എൻ്റെ കാര്യം ഓക്കെയാണ്, പക്ഷേ മറ്റുള്ളവരെ ബോധിപ്പിക്കണ്ടേ? നോക്കാം. ആ ഷിനില്ലേ, ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. താനൊരു കാര്യം ചെയ്യ്, വ്യാഴാഴ്ച ഇത്തിരി നേരത്തെ വാ. നമുക്കൊരുമിച്ച് എറണാകുളത്ത് പോവാം. അപ്പോഴേക്കും ക്ലൈമാക്സിലൊരു ക്ലാരിറ്റി വരുത്തണം. ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്തിനായിട്ട്? എന്തു പറയുന്നു അമൃത? നിങ്ങളിപ്പോഴും വിളിക്കാറും കാണാറൊക്കെ ഉണ്ടോ? രാജീവേട്ടൻ പറഞ്ഞത് ശരിയാണ്.
ഇത്ര പെട്ടെന്ന് ഡൈവേഴ്സിന് കൊടുക്കണ്ടെന്നത്. അവൾക്ക് ആകെ അറിയുന്നത് അടിച്ചു വാരാനും അലക്കാനും വെച്ചുണ്ടാക്കാനും അടുക്കി പെറുക്കി വെക്കാനും. എൻ്റെ ഒരു സ്ക്രിപ്റ്റിലോ കഥയിലോ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും അവൾ തയ്യാറാവുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലോ. അവളാണെങ്കിൽ വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, ബാങ്കിൽ പോകുന്നുണ്ട്, ഒക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്, നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു പരാതിയും പരിഭവമില്ലാതെ. താൻ അവളിന്ന് വിളിക്കടോ. ഞാൻ വന്നിരുന്നു. വരണമെന്നൊരിക്കലും വിചാരിച്ചതല്ല. പിന്നെന്തോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഹൗസ് ഓണർ 2-3 വട്ടം വിളിച്ചിരുന്നു. ഇതുവരെയുള്ള വാടക ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീടുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ടര കൊല്ലം നമ്മൾ ജീവിച്ച വീടൊന്ന് വന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അലങ്കോലായിട്ട് കിടക്കണ കണ്ടപ്പോൾ ഒക്കെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മേശപ്പുറത്ത് ചോറും മീൻകൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉപ്പേരിയും. കഴിഞ്ഞ 6 മാസം തനിച്ച് ജീവിച്ചതിൻ്റെ ഉറപ്പ് എനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. ആ ഉറപ്പിലാണ് ഞാൻ എൻ്റെ ജീവിതം തുടരുന്നതും. പുതിയൊരു ജോലി വേറൊരു നഗരത്തിൽ ശരിയായിട്ടുണ്ട്. അതിനാൽ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ പ്രധാന കാര്യം മറന്നു, നമ്മുടെ ഡൈവോഴ്സിൻ്റെ വിധി മാർച്ച് 8 വരും. ബൈ.